നമസ്കാരം. മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ്. നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടൻ 4ാമത് വിവാഹിതനായത്. അമ്മാവന്റെ മകളായ ഗോകുലയായിരുന്നു വധു. ഇരുവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് അന്ന് ബാല പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും ബാലയുടെ അഭിമുഖം വൈറലായി മാറുകയാണ്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ബാല അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ബാല പലതും തുറന്നു പറയുന്നില്ല എന്നാണ് ചിലരുടെ പരാതി. എലിസബത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നു. താൻ ആശുപത്രിയിലായപ്പോൾ തന്നെ ഒപ്പം നിന്ന് പരിചരിച്ച ഗോകുലയാണെന്നാണ് ബാല പറയുന്നത്. അപ്പോൾ എലിസബത്ത് ആയിരുന്നില്ലേ ഒപ്പം ഉണ്ടായിരുന്നതെന്നാണ് ചിലരുടെ ചോദ്യം. കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ 2 മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചെന്നും ബാല പറയുന്നു. ബാല പറയുന്നത് പലതും സത്യമാണോ എന്ന ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. അന്ന് എലിസബത്ത് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ആശുപത്രിയിൽ കിടക്കെ രണ്ടാളും 1ാം വിവാഹ വാർഷികവും ചെറിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. രാവും പകലുമെല്ലാം എലിസബത്ത് ബാലയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ബാല വീഡിയോകളിൽ നിന്നും വ്യക്തമായിരുന്നത്. എന്നാൽ ബാല എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത്. അതേസമയം ചിലർ അഭിമുഖം ചെയ്ത അവതാരകയെ അഭിനന്ദിച്ചും കമന്റ് ഇടുന്നുണ്ട്. ബാലയും ഗോകുലയും തമ്മിലുള്ള പ്രായവ്യത്യാസം കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കാണുന്നയാളെ ഭാര്യയായി കാണാൻ എങ്ങനെ പറ്റി? സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തിയ വിവാഹമെന്ന് കേട്ടല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ അവതാരക ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള കുടുംബ ബന്ധമെന്ന് ആങ്കർ ചോദിച്ചപ്പോൾ മാമയുടെ മകളാണെന്ന് ബാല പറയുന്നുണ്ട്. ബന്ധം കുറെ കൂടി വ്യക്തമാക്കാൻ ആങ്കർ പറഞ്ഞപ്പോൾ മാമയുടെ മകളാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് ബാല ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള ബന്ധമാണെന്നും പിന്നീട് ബാല പറഞ്ഞു. 3 വയസ്സ് മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ് ഗോകുല. എന്റെ അമ്മാവന്റെ മകളാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ചെറുപ്പത്തിലെ എനിക്കൊപ്പം ഗോകുലയുണ്ട്. എന്നെ ഗോകുല സ്നേഹിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വിവാഹം നടന്നു, ഒരു കുട്ടിയായി. അതെല്ലാം എല്ലാവർക്കും അറിയാം. ആരെയും കുറ്റം പറയുന്നില്ല. ഗോകുലയ്ക്ക് ഞാൻ ജീവനാണെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലായി. ചെറുപ്പത്തിലെ കണ്ട് വളർന്ന പെൺകുട്ടിയാണ്. എങ്ങനെ ഞാൻ ഇവളെ ആ രീതിയിൽ കാണുമെന്ന് അമ്മയോട് ചോദിച്ചു. ബാല, നിന്റെ അച്ഛൻ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടോ എന്ന് അമ്മ എന്നോട് ചോദിച്ചു. കല്യാണത്തിനു ശേഷം ഒരുമിച്ച് ജീവിച്ച അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ വന്നു. ആ സ്നേഹത്തിന്റെ തെളിവാണ് 3 മക്കളെന്നും അമ്മ പറഞ്ഞു. ഗോകുല എന്റെ കാര്യത്തിൽ വളരെയധികം കരുതൽ കാണിച്ചു. ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു. ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 3 മാസം മുമ്പ് ഒഫീഷ്യൽ കല്യാണം നടന്നു. ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നിയതാണ്. കേരളത്തിൽ ഞായറാഴ്ച സ്വർണ്ണക്കടകൾ തുറക്കില്ല. കട തുറപ്പിച്ച് താലി വാങ്ങി. കേരളത്തിലെ താലിമാല തമിഴ്നാട്ടിലേത് പോലെയല്ല. ഗോകുലയ്ക്ക് താലിയാണ് കെട്ടുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നുമാണ് ബാല പറഞ്ഞത്.